അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തിന് നന്ദി പറയുന്നു. 39 കൊല്ലം നിന്റെ പരിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ തുടർന്നുള്ള ആത്മീയ ആവിഷ്കാരമായ കുർബാന ജീവിതം അനുഷ്ഠിക്കുവാൻ വിളിക്കപ്പെട്ടതിന് നന്ദി പറയുന്നു. കർത്താവ്, അതിൻ്റെ ആസ്തിയിലും അതിൻ്റെ അടിത്തറയിലും അതിലാശ്രയിക്കുന്ന അങ്ങയുടെ അവകാശമോഹരിമാകുന്ന ജനങ്ങളോട് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിന്റെ തിരുമുറുവാർന്ന വലതുകരം, അണിപ്പടർന്ന അത്ഭുതകരം ഈ പ്രാർത്ഥന കൂടുന്ന ഓരോ മകൻ്റെയും മകളുടെയും മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ, വൈദാഘാതം പോലെ ദൈവികമായ ശക്തി നിന്നിലേക്ക് ആവശ്യിക്കട്ടെ. മനസ്സ് തളർന്നു പോയവരുണ്ട്. രോഗം മൂലം, പീഡിതകൾ മൂലം, സാമ്പത്തിക ദാരിദ്ര്യം മൂലം, കുടുംബകലഹം മൂലം, ഓരോരുത്തർക്കുമുള്ള ബാധ്യതകൾ കാരണം മനസ്സ് തളർന്നു പോയവരുണ്ട്. ഈശോയെ, അവരെ നീ ഇപ്പം ശക്തിപ്പെടുത്തണം. നിൻ്റെ തിരുമുറുപാടുന്ന വലതുകരത്താൽ ശക്തിപ്പെടുത്തണം. നിൻ്റെ ആണിപ്പെടുത്താറുന്ന അത്ഭുതകരത്താൽ ശക്തിപ്പെടുത്തണം. കർത്താവെ, ഉച്ചമുള്ളം കാലം വരെ ദൈവികമായ ശക്തി ആത്മാവേ, പരിശുദ്ധാത്മാവേ, യേശു ക്രിസ്തുവിൽ ആഴമായി വിശ്വസിക്കുന്ന എല്ലാവർക്കും അവകാശമുഖരിയുമായി പിതാവിൻ്റെ തിരുസഭയിൽ വാഗ്ദാനമായ സമ്മാനമായ ദാനമായ പരിശുദ്ധാത്മാവിൽ ഇപ്പോൾ അങ്ങയുടെ മക്കളെ ശക്തിപ്പെടുത്തണമേ. ഇന്നത്തെ ദിവസത്തിനായി ശക്തിപ്പെടുത്തണമേ. ഇപ്പോൾ അങ്ങയുടെ മക്കളെ ശക്തിപ്പെടുത്തണമേ. ഇന്നത്തെ നിയോഗങ്ങൾക്ക് ശക്തിപ്പെടുത്തണമേ. ഇപ്പോൾ ആത്മാവെ അങ്ങയുടെ മക്കളെ ശക്തിപ്പെടുത്തണമേ. ഇന്നവർ പോകുന്ന വഴികളെ ആത്മാവിനെ അഭിഷേകം ചെയ്യണമേ. ഇന്നവർ പോകുന്ന സംസാരങ്ങളെ, അവർ ഇടപെടുന്ന ഇടപെടലുകളെ കർത്താവ് ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ. കർത്താവ് ചെയ്തു തീർക്കാനുള്ള ജോലികൾ, സംസാരിച്ചു തീർക്കാനുള്ള സംസാരങ്ങൾ, പ്രാർത്ഥിച്ചു തീർക്കാനുള്ള പ്രാർത്ഥനകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയട്ടെ. അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാക്കാനായ കല്യാണ കുടുംബത്തിലേക്ക് എന്നതുപോലെ കർത്താവ് അവരുടെ ആവശ്യങ്ങൾ അവർ തന്നെ അറിയാത്തപ്പോൾ അമ്മ തന്നെ അറിഞ്ഞുകൊണ്ട് ഈശോയുടെ തിരുസന്നിധി അർപ്പിക്കുന്ന അമ്മയുടെ ദിവ്യ സാന്നിധ്യം ഉടമ്പടിയെടുത്ത എല്ലാ മക്കൾക്കും സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ റാണി, എപ്പോഴും അവർക്ക് അനുഭവവേദ്യമാക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോ നിമിഷവും ഓരോ ദിവസവും ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ ദൈവസ്നേഹം, ഞങ്ങളുടെ പ്രത്യാശ നില അർപ്പിച്ചുകൊണ്ട് കർത്താവ് ജീവിക്കുന്ന മക്കൾക്ക് കർത്താവേ, അങ്ങ് വലിയ ഈ അടരാട്ട ജീവിതത്തെ അങ്ങ് ആത്മശക്തി, ആത്മധൈര്യമായി, അഭിഷേകമായി അങ്ങയുടെ മക്കൾക്ക് അടയാളങ്ങളുടെ അനുഭവവേദ്യമാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നീയും നിൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടട്ടെ. ഗോഡ് ഇൻക്രീസ് ദി സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി
മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മളെ ഉടമ്പടിയുടെ ബേസ്മെന്റ് രക്ഷയുടെ സമവാക്യമാണ് അല്ലേ? അത് നമുക്കറിയാം. എന്താണത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്നുവെച്ചാൽ നിന്റെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ടെന്ന്. എന്നുവെച്ചാൽ യോഗ്യതകളെ മെറിറ്റ് ചില സമയത്ത് വിലപ്പോകാത്ത അവസരങ്ങളുണ്ടാവുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ അമിതമായ ആത്മവിശ്വാസവും അത് കവിഞ്ഞ അഹങ്കാരവുമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. എന്താ കാര്യം? അവർക്ക് 97 മാർക്കുണ്ട്, 98 മാർക്കുണ്ട്. ഞാൻ പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കണത്? കാര്യം എനിക്ക് മുത്തിക്കൊണ്ട് എൻ്റെ മാർക്ക് ലിസ്റ്റ് കാണുമ്പോൾ തന്നെ മുത്തിക്കൊണ്ട് എനിക്ക് അഡ്മിഷൻ തരും എന്നൊക്കെ പറയും. അത് അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുക. അത് വെറുതെ മുട്ടികളുടെ മൂഢസ്വർഗത്തിലാണ്. കാരണം നീ 98 മാർക്കുകാരൻ അഡ്മിഷൻ ചെല്ലുമ്പോൾ എന്നാ സംഭവിക്കണത്? ആകപ്പാടെ 5 സീറ്റും ഉണ്ടാകും, 98 മാർക്കുകാരൻ 10 പേരും ഉണ്ടാകും. ആർക്ക് കൊടുക്കും? ഈ പ്രശ്നമുണ്ട്, ഈ പ്രതിസന്ധിയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കുക, ജീവിതം എന്ന് പറയണത് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസാണ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഗ്രേസ് ഇല്ലാതെ ഫില്ലാകത്തില്ല. ഗ്രേസ് നമ്മൾ പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രേസ് ഇപ്പോൾ നമുക്ക് ഗ്രേസ് വേണ്ട, മെറിറ്റ് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാര്യം? നമ്മുടെ റിട്ടേൺസും നമ്മുടെ അനുഗ്രഹങ്ങളും കുറവായിരിക്കും. കാര്യം എന്താണ്? മെറിറ്റ് വർക്ക് ചെയ്യുന്ന ഒരു ഇക്വിലിബ്രിയം ഉണ്ട്. എന്താണ്? നിങ്ങൾ വിതക്കുന്നത് തന്നെ നിങ്ങൾ കൊയ്യും. ആണ്ടാ. അപ്പോൾ മെറിറ്റിൻ്റെ അനുസരിച്ച് നോക്കാനാണെങ്കിൽ ആ മെറിറ്റ് അനുസരിച്ചുള്ള നമുക്ക് അതനുസരിച്ചുള്ള അനുഗ്രഹമേ നമുക്ക് കിട്ടത്തുള്ളൂ. അനുഗ്രഹമില്ല, ആനുകൂല്യമായാലും എന്തായാലും മെറിറ്റിൻ്റെ ഒരു അപാജയം അതാണ് ഈശോ പറഞ്ഞത്. ഗലാത്യ 5:6-7 എടുത്ത് മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അതാണ് മെറിറ്റിൻ്റെ പ്രശ്നം. അതാണ് യോഗ്യത മാത്രം ആശ്രയിച്ചാൽ നിങ്ങൾ യോഗ്യതയുള്ളൊരു അഹങ്കാരം പിടിച്ചിരിക്കരുത്. ഇപ്പം ആരോഗ്യമായിട്ട് യോഗ്യത ഉണ്ടാകും, പണപരമായിട്ട് യോഗ്യത ഉണ്ടാവും. ഇതൊന്നും നിങ്ങൾ രക്ഷിക്കത്തില്ല. ധർമ്മത്തിലൂടെ നേടിയാലും അധർമ്മത്തിലൂടെ നേടിയാലും ഈശോ ചോദിക്കണില്ലേ, നിങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നതൊക്കെ ആരുടേതാകും? അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് ലൂക്ക 16:9 ഞാൻ നിങ്ങളോട് പറയുന്നു അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുവിൻ. അത് നിങ്ങളെ കൈവിടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. അപ്പോൾ അതായത് അധാർമികമായ സമ്പത്ത് കൊണ്ടായാലും ശരി എന്ത് ചെയ്യണം? അപ്പോൾ ചില സമയത്ത് നിങ്ങളുടെ മെറിറ്റ് നേടുന്നത് ചിലപ്പോൾ ഗുസ്തി കൊണ്ടും മത്സരം കൊണ്ടും മറ്റുള്ളവരുടെ കാലുവാരിക്കൊണ്ടും ദൈവത്തെ അറിയാത്ത കാലത്ത് മനുഷ്യൻ പല വിക്രിയകൾ കാണിക്കും. പക്ഷേ എങ്കിലും അതിനെ അനുദപിച്ചുകൊണ്ട് അതെല്ലാം വൈറ്റാക്കാൻ പറ്റും. ഇപ്പം ചില കള്ളന്മാർ ചെയ്യുന്നതില്ലേ, ബ്ലാക്ക് വൈറ്റാക്കാൻ വേണ്ടി കുറേ സൂത്രം കാണിക്കത്തില്ലേ? ഇതുപോലെ തന്നെ ആധ്യാത്മികതയിലും ബ്ലാക്ക് വൈറ്റാക്കാൻ പറ്റും. അതെങ്ങനെയാണ് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ മെറിറ്റ് കൊണ്ട് നിങ്ങൾ പലപ്പോഴും ദൈവത്തെ അംഗീകരിക്കണത് കൊണ്ടോ അംഗീകരിക്കാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ അഹങ്കാരം കൊണ്ടോ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതുന്നത് കൊണ്ടോ റോമ 1:29 അനുസരിച്ച് കൊണ്ട് ചിലപ്പോൾ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കും.
പക്ഷേ നിങ്ങൾക്ക് മാനസാന്തരപ്പെടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അടുത്ത ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അധാർമിക സമ്പത്ത് നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ അത് അധികാരം നേടിക്കഴിഞ്ഞാലും നിങ്ങൾക്കത് മനുഷ്യ സേവനത്തിനായി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കതിനെ ബ്ലാക്ക് വൈറ്റ് ആക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നീട് എന്താണ്, മേലിൽ നിങ്ങൾ പാപം ചെയ്യരുത്. അതാണ് സംഭവം. അല്ല, പാപം ചെയ്യുകയും പിന്നെ അത് അധർമ്മത്തിന് കൊടുക്കുകയും പിന്നെയും പാപം ചെയ്യുകയും അധർമ്മത്തിന് കൊടുക്കുകയും ഈ അഭ്യാസം ദൈവം അംഗീകരിക്കത്തില്ല. മനുഷ്യരെല്ലാം ഒരുക്കി വെക്കണമല്ലോ എല്ലാ കാര്യത്തിനും വേണ്ടി. നിക്ഷേപം ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ ആരുടേതാകും, അതാണ് ആ വിഷയം. മെറിറ്റ് കൊണ്ടായാലും ശരി, എങ്ങനെ ആയാലും ശരി, മെറിറ്റില്ലാതെ അധാർമികം കാണിച്ചാലും ശരി, ഈ ഭൗതികമായ അസ്ഥിവാരങ്ങൾ കൊണ്ടാകുന്നതിൻ്റെ കുഴപ്പം ഇത് അന്യാധീനപ്പെട്ട് പോകുന്നതാണ്. ലൂക്കായുടെ സുവിശേഷം 12:20. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു ഭോഷ ഇഡിയറ്റ്, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും? ഇത് അനുദിനം ചോദിക്കേണ്ട ചോദ്യമാണ് കേട്ടോ. അനുദിനം ചോദിക്കേണ്ട ചോദ്യം, നീ ഒരുക്കി വെച്ചിരിക്കുന്ന ആരുടേതാകും? ഇത് ചോദിച്ചാൽ മാത്രം നമ്മൾ വിശുദ്ധരായി മാറും. എന്താണ്? പാപത്തിൻ്റെ അപകട മേഖലയിൽ നമ്മൾ ദൈവമേഖലയിലേക്ക് വരും. അതായത് വചനധ്യാനത്തിൻ്റെ സംഭവം, അതായത് ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ ആരുടേതാകും. ഈ മെറിറ്റിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, മെറിറ്റിനെ ആശ്രയിച്ചാലും അത് നമ്മളെ ഒരിക്കലും, അത് നിങ്ങളെ കൈവിടുമെന്ന് ഈശോ പറയണത്. നിത്യകൂടാരത്തിൽ പ്രവേശിക്കാൻ വേണ്ടി ഇത് സഹായകരമല്ല എന്നാണ് പറയണത്. പക്ഷേ അധാർമികമായ സമ്പത്തും അനീതിയോടെയുള്ള നിയമം വിട്ട് വളയമില്ലാത്ത ചാടി നമ്മൾ ആർജിക്കുന്ന എല്ലാ ആസ്തി ഭദ്രതകളും കുറച്ച് കഴിയുമ്പോൾ അന്യാധീനപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ട് നിത്യകൂടാരങ്ങൾ നിങ്ങളെ സ്വീകരിക്കേണ്ടതിന് അത് വിറ്റ് ദാനം ചെയ്യാൻ പറഞ്ഞ ഈശോ തന്നെയാണ് പറഞ്ഞത്, സ്നേഹിതന്മാർ സമ്പാദിക്കാൻ പറഞ്ഞത്. ഇപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നമ്മുടെ പാപം ഉപേക്ഷിച്ച്, അനീതി അഴിമതിയൊക്കെ ഉപേക്ഷിച്ച്, കള്ളത്തറാസും ഒക്കെ ഉപേക്ഷിച്ച് നമുക്കങ്ങനെ കേവലമായിട്ട് ജീവിക്കാമെന്നല്ല. ബുദ്ധിപൂർവ്വം ദൈവത്തിൽ വിശ്വസിക്കുന്നവർ നിത്യതയിലാണ് വിശ്വസിക്കുന്നത്, അറിയാമല്ലോ. അപ്പം അതിലേക്കുള്ള യാത്രയിൽ നമ്മളെ സഹായിക്കാൻ പറ്റിയ ഒരു ടിപ്സാണിത്. എന്താണ്? ബ്ലാക്ക് വൈറ്റാക്കാൻ കഴിയും. എങ്ങനെ? അത് ബ്ലാക്ക് എടുക്കാനുണ്ടാകുന്ന അധർമ്മങ്ങൾ അവസാനിപ്പിക്കുകയും അതേസമയം അധർമ്മത്തിലൂടെ സമ്പാദിച്ചത് അത് ആവശ്യമുള്ളവരെ കൊടുത്തിട്ട് അതുപോലെ നീ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ക്ലീനായി നിൽക്കുകയും ചെയ്യുക. ഇപ്പം ക്ലീനായി നിൽക്കുമ്പോൾ തന്നെയാണ് ഈ പ്രെയറൊക്കെ ഭാരമില്ലാതെ വരണത്. അല്ലെങ്കിൽ എന്നും കൊന്നും നിൻ്റെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവും, പക്ഷേ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയായിരിക്കും. ആ പ്രാർത്ഥന മുഴുവനും നിറച്ച്, ആ പ്രാർത്ഥന എന്തുമാത്രം നീ പ്രാർത്ഥിക്കുന്നു അത് മുഴുവനും നിന്റെ ആവശ്യമായിരിക്കും. അത് ഭയങ്കര ശാപം പിടിച്ച പരിപാടിയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ബിവെയർ. എൻ്റെ പേര് അനിത ടോമി. ഞാൻ കൂനമ്മാവ് സെയിൻറ്റ് ഫിലോമിനാസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2017 നവംബർ 10 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തത് എൻ്റെ മൂത്ത മകന് വേണ്ടിയാണ്. അവന് എപ്പോഴും കിഡ്നി സ്റ്റോൺ വരുമായിരുന്നു. അപ്പോൾ അവനെങ്ങനെയെന്ന് വെച്ചാൽ അവന് ഒരു 2 സർജറി ഇതിൻ്റെ പേരിൽ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. എന്നാലും അവനതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അവസാനം കിഡ്നി സ്റ്റോൺ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ഹോമിയോ ഡോക്ടറെയാണ്, ഹോമിയോ മെഡിസിനാണ് അവന് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും അവനൊരു കുറവുണ്ടായില്ല. അങ്ങനെ ഒരു ദിവസം അവൻ്റെ മൂത്രം വരെ സ്റ്റക്കായി. ആ ഒരു നിമിഷത്തിൽ ഞാൻ എന്തോ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാനൊരു 12 പ്രത്യക്ഷീകരണം ഒറ്റയടിക്ക് ഇരുന്ന് ചൊല്ലി. അത് ചൊല്ലിക്കഴിഞ്ഞ് 11ാമത്തെ ചൊല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മോൻ ഓടി വന്നിട്ട് മമ്മി എന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് 12ാമത്തെ ഞാനൊന്ന് ചൊല്ലി തീർന്നോട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. പക്ഷേ അവൻ വന്ന് വിളിച്ചെന്താണെന്ന് വെച്ചാൽ ആ 11ാമത്തെ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ കിഡ്നി സ്റ്റോൺ പുറത്തോട്ട് വന്നു. അതൊരു ഈന്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ അത്രയും ഉണ്ടായി. അതിനുശേഷം ഇന്നേ വരെ അവന് കിഡ്നി സ്റ്റോണിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തത്, ഞാൻ ഈ കൊറോണ ടൈമിൽ ഞാനൊന്ന് വീണു.
ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. അതിൻ്റെ മുകളിൽ ഈ കൊറോണ ടൈം ആയത് കാരണം ഞങ്ങൾക്കതിന് അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ ഇറങ്ങി ക്ലീൻ ചെയ്യാൻ പാകത്തിന് ഒരു ഹോളുണ്ടായിരുന്നു. ആ ഹോളിൻ്റെ മുകളിൽ ഈ കൊറോണ കാലത്ത് കടകളൊക്കെ തുറക്കാഞ്ഞ കാരണം അതിന് ഒരു മൂടി ഇടാൻ പറ്റിയില്ല. അപ്പം ഞങ്ങളൊരു PDF-ൻ്റെ ഒരു പലകയാണ് അതിനകത്ത് വെച്ചിരുന്നത്. ഞങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ കൂടെ സാധാരണ നടന്നു പോകാറുണ്ട്. അപ്പോഴൊന്നും ഒരു കുഴപ്പം ഉണ്ടായില്ല. പക്ഷേ 2-3 ദിവസം മഴ പെയ്തുകൊണ്ടെന്ന് അത് ഉറഞ്ഞിരുന്നു. ഞാൻ അതിൻ്റെ അടുത്തൂടെ പോകലും ഞാൻ പെട്ടെന്ന് അതിൻ്റെ അകത്തോട്ടങ്ങ് വീണുപോയി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കാല് ആ വീഴ്ചയിൽ എൻ്റെ കാലൊരെണ്ണം മടങ്ങി ഈ പക്കിൻ്റെ ഭാഗം അടിച്ച് പകുതി ബോഡി ടാങ്കിൻ്റെ അകത്തും പകുതി പുറത്തും അങ്ങനെയാണ് ഞാൻ വീണത്. അപ്പോൾ എനിക്ക് ഉറപ്പായി എൻ്റെ ബോഡിയുടെ വെയിറ്റ് താഴ്ത്തോട്ട് പോകുന്നത് ഞാൻ വെള്ളത്തിൽ വീഴും. എൻ്റെ ഒരു കഴുത്തിൻ്റെ അത്രയുമായി ടാങ്കിൽ വെള്ളമുള്ളൂ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാല് മടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഞാൻ തല കുത്തിയേ വെള്ളത്തിലോട്ട് വീഴുള്ളൂ. അപ്പം ഞാൻ ഓർത്തു എന്തായാലും വെള്ളത്തിൽ വീണ എൻ്റെ പരിപാടി അതോടെ തീരും. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നിട്ട് നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. ഇവൻ അകത്തുണ്ട്, പക്ഷേ ഇവൻ ഹെഡ്സെറ്റ് വെച്ച് എന്തോ പാട്ടോ എന്തോ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആദ്യം തന്നെ കൃപാസന മാതാവ് എന്നെ രക്ഷിക്കണേന്ന് ഒരു പ്രാവശ്യം വിളിച്ചു. എന്നിട്ട് ഇവൻ്റെ പേര് വിളിച്ചിട്ട് ഇവൻ കേട്ടില്ല. രണ്ടാമതും മാതാവിനെ വിളിച്ചുകൊണ്ട് ഞാൻ ഇവൻ്റെ പേര് വിളിച്ചപ്പോൾ ഇവൻ കേട്ടു. ഇവൻ ഓടി വന്നു, എന്നെ വട്ടമെടുത്തു, എന്നെ വലിച്ച് കയറ്റി, ഒരു വൃത്തി അതിനകത്തുനിന്ന് വലിച്ച് കയറ്റി. അപ്പോൾ എൻ്റെ ഈ കാലിൻ്റെ അരയ്ക്ക് താഴ്ത്തോട്ടുള്ള ഭാഗം പെട്ടെന്ന് മരവിച്ച പോലെ ഇരുന്നേച്ചു. എനിക്ക് കാലൊന്നും നിലത്തൊന്നും കുത്താൻ പറ്റണ്ടായില്ല. ഞാൻ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇവനോട് ഞാൻ പറഞ്ഞു വിശ്വാസ പ്രമാണം ചൊല്ലി കൃപാസനം തൈലം എടുക്കാൻ പറഞ്ഞു. അവനത് എടുത്തുകൊണ്ട് വന്നു. ഞാനും ചൊല്ലി. അവനതിൻ്റെ കാലിലോട്ട് പെരട്ടിയ നിമിഷം ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോയതുപോലെ എനിക്ക് തോന്നി. എൻ്റെ കാലിൻ്റെ മരവിപ്പ് ആ നിമിഷം തന്നെ മാറിപ്പോയി. അതിനുശേഷം ഈ പക്കടിച്ച് വീണത് കൊണ്ടാണെന്ന് തോന്നണു ഈ കൈ പൊങ്ങില്ലായിരുന്നു എൻ്റെ കൈ. പക്ഷേ ഞാനൊന്നും ചെയ്തില്ല. ഞാൻ ഈ കൃപാസനം തൈലം മാത്രം പുരട്ടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, പിന്നെ കൃപാസന രോഗശാന്തി പ്രാർത്ഥന കൂടും. ഇതൊക്കെ മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതങ്ങനെ എപ്പോൾ അത് മാറിയെന്ന് എനിക്കല്ല. 1 മാസം കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ കൈ ഒട്ടും പൊങ്ങില്ലായിരുന്നു. കൈക്ക് ഭയങ്കര പെയിനും, ഏത് നേരവും എനിക്ക് രാത്രിയൊന്നും ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. രാത്രി ആകുമ്പോഴത്തേക്കും കൈ അങ്ങോട്ട് നല്ല പെയിൻ തുടങ്ങും. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഫ്രീസിങ് മസിൽസ് എന്നുള്ള ഒരവസ്ഥയിലോട്ട് എത്തി എന്ന് പറഞ്ഞു. കൈ ഇങ്ങനെ ഒരു തരം ഇവിടം കൊണ്ട് ഇത്രയും ഭാഗം കൈ ഇങ്ങനെ അവിടെ നിന്ന് തന്നെ കൈ സ്റ്റിഫായി പോയ പോലെയാണ് എനിക്ക് തോന്നിയത്, ഷോൾഡർ. പക്ഷേ ഞാൻ ഈ കൃപാസനം തൈലം പുരട്ടി ഈ കാശുരൂപം വെച്ച് ഞാൻ ഇങ്ങനെ രോഗശാന്തി പ്രാർത്ഥന, അതായത് ഒരു ദിവസം ഞാൻ 3 പ്രാവശ്യം ഒരു മരുന്ന് പോലെ ഞാൻ ഈ രോഗശാന്തി പ്രാർത്ഥന ഈ തൈലം പുരട്ടി ഞാൻ കൂടുമായിരുന്നു. ഞാൻ പോലും അറിയാതെ ഒരു 3 ആഴ്ച കൊണ്ട് എൻ്റെ കംപ്ലീറ്റ് കൈ പൊങ്ങി. എൻ്റെ കൈ ഈസി ആയിട്ട് ഇപ്പോൾ പൊങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവൻ BSc കമ്പ്യൂട്ടർ സയൻസിന് ഫൈനൽ ഇയർ എക്സാം നടക്കുന്ന സമയത്ത് ഇവൻ്റെ ഒരു ഫ്രണ്ട് ഹോൾ ടിക്കറ്റ് കൊണ്ടുവരാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഇവൻ ആ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവൻ്റെ വണ്ടിയിൽ ആ കുട്ടീനെയും കൊണ്ട് പോയി. തിരിച്ചു വന്ന് എക്സാമിൻ്റെ ടൈമിൽ തന്നെ തിരിച്ചിവരെത്തി. എങ്കിലും ആ എക്സാം എഴുതി കഴിയാൻ എക്സാം അങ്ങോട്ട് തുടങ്ങിയപ്പോൾ മുതൽ ഇവന് ടെൻഷൻ കൊണ്ട് ഒന്നും എന്തൊക്കെയോ അവൻ എഴുതി വെച്ചു. അവൻ വീട്ടിൽ വന്നു കിടന്ന് കരച്ചിലായിരുന്നു. കാരണം മമ്മി എനിക്ക് ഭയങ്കര മാർക്ക് കുറഞ്ഞു, ഞാൻ പാസ്സാവുമെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഇവൻ കരച്ചില്ല. ഞാൻ പറഞ്ഞു നമുക്ക് കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാനും പ്രാർത്ഥിച്ചു, ഇവനും പ്രാർത്ഥിച്ചു. അവൻ ആ ഒരു പേപ്പറിന് 80 ഔട്ട് ഓഫ് 62 അതാണ് അവന് ലഭിച്ച മാർക്ക്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ചെയ്തു തന്നിട്ടുണ്ട്. അതൊന്നും എന്താ പറയുക, എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. എപ്പോഴും ഇത്രമാത്രം പറയാനുള്ളൂ. ഇപ്പം മാതാവ് കൂടെ നടക്കുന്നു, കൊണ്ട് നടക്കുന്നു. ജീവിതം ശരിക്കും പറഞ്ഞാൽ മാതാവിൻ്റെ കാൽക്കീഴിൽ വെച്ച് ആണ് ഞങ്ങളുടെ ജീവിതം ഇപ്പം മുമ്പോട്ട് പോകുന്നത്. എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തി തരുന്നത് ഈശോയും മാതാവും കൂടെയാണ്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. അതിശയമാ നീ മാത്രമേ
അത്ഭുതമോ അതിശയമോ നീ മാത്രമേ ദൈവമെന്നും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ സ്വന്തമായ സംഭവം എന്ന് വരുമ്പോഴാണ് നമ്മൾ ആകർഷിച്ചതും കൽപ്പിക്കപ്പെട്ടതും പോലെ വരണം, രണ്ടും രണ്ടായിട്ട് വരണത്. ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ പേരിൽ ദൈവഹിതം പോലെ നമ്മൾ ദൈവത്തിൻ്റെ മകൻ മകൾ എന്ന രീതിയിൽ ദൈവരാജ്യത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടിയും ചില വിഷയങ്ങൾ നമ്മൾ ദൈവം കൽപ്പിച്ചതുപോലെ നമ്മൾ ഏറ്റെടുക്കും. അതാണ് ഏൽപ്പിച്ച ജോലി എന്ന് പറയണത്. കർത്താവ് പറഞ്ഞില്ലേ, പിതാവേ അങ്ങനെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയില്ലല്ലോ. വിശ്വസ്തത കാണിച്ചതിനാണ് ഈശോ അങ്ങനെ പറഞ്ഞത്. ഈശോ പൂർത്തിയാക്കിയില്ല നമുക്കറിയാമല്ലോ. 10 ദിവസമൊക്കെ ഓരോരുത്തർ എത്തിയിട്ടില്ല, ജസ്റ്റ് ഒറ്റിക്കൊടുക്കാൻ പോണതേ ഉള്ളൂ. അവരുടെ ജീവിതം തീർന്ന് ഇനി വരാൻ പോണ ഈ കർത്താവിൻ്റെ ഗെത്സമനി പ്രാർത്ഥനയ്ക്ക് ശേഷം ഉണ്ടാകാൻ പോകുന്ന ബോംബ് പൊട്ടലെന്ന് പറഞ്ഞത് വല്ലാത്ത ബോംബ് പൊട്ടലാണ്. എന്താണ്? 10 ദിവസം തള്ളി പറയാൻ പോകുന്നു, യുവദാസ് ഒറ്റി കൊടുക്കാൻ പോണ്, മർക്കോസ് തുണിയില്ലാണ്ട് ഓടാൻ പോണ്, എന്തെല്ലാം പരിപാടികളാണ് വരാൻ പോണത്. എന്നിട്ട് പറയും, ഈശോ പറയും ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന്. ഈ കലാപരിപാടിയൊക്കെ നടക്കുമെന്ന് ഈശോയ്ക്ക് അറിയാം. പക്ഷേ ഈശോയെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം നടന്നാലും ഈശോ ഏറ്റെടുത്ത ജോലി അവസാന നിമിഷം വരെ വിശ്വസ്തതയാണ് ചെയ്തത്. ഫിഡേലിറ്റി ആയിട്ട് ചെയ്യുന്നതാണ് പൂർത്തിയാക്കുക എന്ന് പറയണത് ഈശോയുടെ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു ഉഡായിപ്പ് ജീവിത ഉടമ്പടിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകരുത്. മറിച്ച് ചെയ്യുന്ന അത്രയും കാര്യങ്ങൾ വിശ്വസ്തയോടെ അങ്ങോട്ട് ചെയ്യണം. അപ്പോൾ ഉടമ്പടി പൂർത്തിയായതിന് തുല്യമായിരിക്കും. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഉടമ്പടി വിശ്വസ്തയോടെ അവസാന നിമിഷം വരെ പാലിച്ചുകൊണ്ട് ഉടമ്പടി പൂർത്തീകരിച്ച് ജീവിക്കുവാൻ പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രുതികടെ ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും. അവൻ ജീവിതം ധന്യമായിത്തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായിത്തീർന്നിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ നിന്നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി
സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.